അസ്സലാമു അലൈക്കും. മക്കൾ കഞ്ഞി അടിക്കാൻ പോയി. നമ്മുടെ പള്ളിയിൽ ഇന്ന് മരണം, പുന്നോട് ജമാഅത്ത് തന്നെ. ഇന്ന് 2 മരണമുണ്ട്. ഒന്ന് വേറെ ജമാഅത്തും ഇവിടെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മസ്റുമോളും മിന്നാമോളും കൂടെ ഇറങ്ങിപ്പോയി. ഇവിടെ ഖബർസ്ഥാനി വെട്ടയാണ്. മക്കളെ റോഡിൽ ഇറങ്ങാതെ അവിടെ നിൽക്കി. കഞ്ഞി അടിക്കാനായിട്ട് പോയപ്പോൾ മക്കൾ റോഡ് ക്രോസ് ചെയ്യും. ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ജമാഅത്തിൻ്റെ കീഴിലുള്ളതും അയൽവാസിയൊക്കെ എല്ലാം കഞ്ഞിയും പയർ തോരനും റമദാൻ 1-30 വരെ എല്ലാവരും മരിപ്പിനൊക്കെ പോയിട്ടൊക്കെ പോവുകയാണ്. കഞ്ഞിയും കാര്യങ്ങളുമൊക്കെ മസ്റുമോളും ഇന്നാമോളും കൂടെ കഞ്ഞി അടിക്കാനായിട്ട് പോയി. മക്കളെ റോഡിൽ ഇറങ്ങല്ലേ, മരിപ്പാണ്. മുത്തുമോനെ ഡേയ് 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 അവർ ഓടുന്നു. ഇങ്ങോട്ട് നിൽക്കാൻ മിച്ചൂട്ടാ മിണ്ടാതിന്. ചൂട്ടാന് റോഡിൽ ഭയങ്കര ബഹളമാണ്. പക്ഷെ മുത്തു റോഡിൽ ഇറങ്ങിയാൽ കുരുത്തക്കേട് കാണിക്കാണ്ട് നിൽക്കും കേട്ടാ. നമ്മുടെ ജമാഅത്തിൻ്റെ കീഴിലാണ് മരണം. ഇതാ വരണുണ്ട്. മക്കൾ കഞ്ഞിയും പയർ തോരനും. ആരുടെ കഞ്ഞിയും പയറൊക്കെ മേടിച്ചോണ്ട് പോണ ചട്ടിയിൽ ഞടിക്ക്. കണ്ട കഞ്ഞി നിന്ന് മഴ കുടിക്കണം. ചോരുന്ന് ഇപ്പോ ചോന്ന് പോണടാ. പോയി കയറി. ഉമ്മച്ചിയുടെ കയ്യിലുമായി. ഓടാതെ പോയി മക്കളെ. കുളിക്കണം മക്കളെ. ഒന്നില്ല വസ്ത്രോടാ. കണ്ട നിങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാ കഞ്ഞിയൊക്കെ. മസ്റുമോളെയും കുളിപ്പിക്കണം. ക്ഷേമനിധി പോകണം. വൈകിട്ടാണ് ക്ഷേമനിധി ഉണ്ട്. പിന്നെ മോളെ നിക്കി. ഇന്നായി മസ്റൂറായാണ് കഞ്ഞി എടുപ്പുകാർ. നമുക്ക് പരീക്ഷ എന്ന് നാളെ പഠനോത്സവമാണെന്നൊക്കെ. അവൾ പഠിക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് LPS കിഴക്കനേല. അല്ലേ മക്കളെ? എന്തൊരു ഡ്രസ്സാണ്? പിന്നെ ഉപ്പാൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചു. ഉപ്പാൻ്റെ സർജറി, മക്കളെ മിണ്ടായിരിക്കും മക്കളെ. ഉപ്പാൻ്റെ സർജറി മറ്റന്നാളാണ്. രാവിലെ സുബൈൻ്റെ സമയത്ത് പോകും. ഇനിയിപ്പോൾ നാളെ സഹോദരൻ 2 കുപ്പി ബ്ലഡ് B പോസിറ്റീവാണ്. അപ്പോൾ കിട്ടുന്ന ബ്ലഡ് ഗ്രൂപ്പാണ്. അതിന് പകരം അവിടെ നിന്ന് എടുക്കും. പകരം 2 കുപ്പി ബ്ലഡ് കൊടുക്കണം. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ ഇങ്ങനെ പോകണുണ്ട്. ഇതാണ് നമ്മളെ വഴി. മോളെ ഈ കഞ്ഞിയും കൊണ്ട് വെച്ചിട്ട് വാ. വലിയ വെയിറ്റില്ല. കുളിക്കാൻ ഡ്രസ്സ് എടുത്തിട്ട് വരി. അങ്ങനെ കഞ്ഞി അങ്ങ് കൊണ്ട് വെച്ചിട്ട് അവർ വരും. ഡ്രസ്സ് മുത്തൂനെ മിച്ചൂനെ എണ്ണ എടുത്തിട്ട് വരണേ. പിന്നെ ഞാൻ മസ്റുമോളെ മുടി മുറിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇത്രയും നീളമായി. പൊടി മോളല്ലേ, അപ്പോഴും മുടി കുറച്ച് മുറിക്കേണ്ടി വരും. പിന്നെ ഉപ്പാൻ്റെ സർജറിക്ക് ഇനിയിപ്പം ഇന്ന് അനസ്തേഷ്യ ഡോക്ടറിനെ വീണ്ടും കാണാൻ പോയി. ഒരുപാട് പേര് ചോദിച്ച് സർജറി കഴിഞ്ഞാന്ന്. ഇല്ല, മറ്റന്നാളാണ് സർജറി. നിങ്ങൾ ദുആ ചെയ്യണം. പിന്നെ അടുക്കളേൻ്റെ പണി ഇതുവരെ നടന്നില്ല കേട്ടോ. മരിപ്പ് ഇന്നലെയൊക്കെ ഒരേ മരിപ്പുകളാണ്. ഇപ്പോൾ തന്നെ ഈ പരിചയത്തിൽ മൂന്നാമത്തെ മരിപ്പാണ്. ഇന്നലെ ഒരാൾ മരണപ്പെട്ടു പോയി. ഇന്ന് 2 പേര് മരണപ്പെട്ട്. പിന്നെ ഈ പാറപ്പൊടി കിടക്കുന്ന നമ്മളെ ടൈല് വർക്കിൻ്റെ കാര്യത്തിന് ഇടാനാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ. ഫുഡ് കഴിക്കുന്നത് അടുക്കളയിൽ. പിന്നെ നാത്തൂന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ നാത്തൂനൂടെ അങ്ങ് ചെയ്യും പണികളും കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ മക്കളെ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങ് കുളിപ്പിച്ചാൽ പിന്നെ അവരവിടെ നിൽക്കും. 5:30ക്കാണ് ക്ഷേമനിധി. കുളിമുറി അലക്ക് കല്ല് കുറച്ച് ചരിച്ചിട്ടാണ് ഇട്ടേക്കുന്നുണ്ടാ. ചരിച്ച്
ഇവിടെ വെച്ച് വെള്ളം പിടിച്ചിട്ട് കഴുകാം. പിന്നെ ഷവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മസ്റുമോള് വരും. പിന്നെ ഞാനും ക്ഷേമനിധി പോണ്. ഇവിടെ നിന്ന് ആട്ടോയിൽ പോണ ദൂരമുണ്ട്. പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. കിണറൊക്കെ നമുക്ക് തീരെ വെള്ളം കുറഞ്ഞ്, കുടുംബത്തും കുറവാണ്. ഇവിടെ അത്യാവശ്യം ഉപയോഗിക്കാത്തതുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം ഉപ്പാൻ്റെ സർജറിക്ക്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും വലിയ ആക്റ്റീവ് അല്ലാണ്ട് നിൽക്കണത്. വീഡിയോസും കാര്യങ്ങളും ഇനിയിപ്പോൾ ഇതും കൂടെ ഇട്ടാൽ നമ്മളെ പണി കംപ്ലീറ്റ് ആവും. ഇന്ന് വാപ്പ വിളിച്ചിട്ട് ചോദിച്ചു, മക്കളെ പണിക്കാർ വന്നു. പിന്നെന്താ വിശേഷങ്ങൾ? ഇതേപോലെയൊക്കെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്താണ്. നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.